സക്കീർ ഹുസൈൻ്റെയും സംഗീത വഴിയുടെ തുടക്കം മുംബൈയിൽ നിന്നായിരുന്നു. അമേരിക്കയിലാണ് സ്ഥിരതാമസമെങ്കിലും കുട്ടിക്കാലം ചിലവിട്ട മുംബൈയുമായി എപ്പോഴും അദ്ദേഹം അടുത്ത ബന്ധം സൂക്ഷിച്ചു. സംഗീത ആസ്വാദകരോട് അകമഴിഞ്ഞ സ്നേഹം സക്കീർ ഹുസൈൻ എപ്പോഴും പ്രകടിപ്പിച്ചിരുന്നുവെന്ന് മലയാളി സാംസ്കാരിക പ്രവർത്തകൻ കെ.ലി. രാമചന്ദ്രൻ 24നോട് പറഞ്ഞു. മുംബൈയിലെ മാഹിമിലായിരുന്നു സാക്കിർ ഹുസൈന്റെ കുട്ടിക്കാലം. പിതാവ് അള്ളാറഖയുടെ സംഗീത ജീവിതത്തെ പിന്തുടർന്നു തുടങ്ങിയതും ഇതേ നഗരത്തിലെ ബാല്യകാലത്ത്. പിന്നീട് അമേരിക്കയിലേക്ക് കുടുംബസമേതം താമസം മാറി. പക്ഷേ അവിടുത്തെ ജീവിതവുമായി മാതാവിന് പൊരുത്തപ്പെടാനായില്ല. മുംബൈയിലെ മലബാർ ഹില്ലിൽ പുതിയ മേൽവിലാസം നേടുന്നത് അതേ തുടർന്നാണ്. കൃത്യം 1 വർഷം മുമ്പാണ് നവി മുംബൈയിൽ സാക്കിർ ഹുസൈൻ ഒരു സംഗീത പരിപാടിയിൽ പങ്കെടുക്കുന്നത്. മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരുമായി ചേർന്ന് നടത്തിയ സംഗീത വിസ്മയത്തിന്റെ സംഘാടകർ സാംസ്കാരിക സംഘടനയായ കേളിയായിരുന്നു. മുൻപ് പെരുവനത്തേക്ക് സാക്കിർ ഹുസൈനെ എത്തിച്ചതും കേളിയുടെ അമരക്കാരനായ കെ.ലി. രാമചന്ദ്രനായിരുന്നു. സാക്കിർ ഹുസൈനുമായുള്ള ആത്മബന്ധം അത്രമേൽ ഗാഠമെന്ന് അദ്ദേഹം ഓർക്കുന്നു. അദ്ദേഹം ഒരു കലാകാരൻ മാത്രമല്ല, ഒരു കലാകാരൻ എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു മാതൃക കൂടിയാണ്. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം സ്റ്റേജ് മൊത്തം പിടിച്ചെടുക്കും. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കൊണ്ട്, മറ്റ് കലാകാരന്മാരോടുള്ള ആദരവ് കൊണ്ട്, ലാളിത്യം കൊണ്ട്, അങ്ങനെ അത്തരത്തിലൊരു പെരുമാറ്റമാണ് അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. ചെണ്ടയോടുള്ള സ്നേഹം വാക്കുകളിൽ മാത്രം ഒതുക്കിയിരുന്നില്ല സാക്കിർ ഹുസൈൻ. അന്ന് പെരുവനത്ത് വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഈ ചെണ്ടയും തബലയും കൂടിയിട്ടുള്ള ഒരു തായമ്പക എന്നാണ് അദ്ദേഹം ചെയ്തത്. അത് അദ്ദേഹം ചെയ്യുന്ന മാത്രമല്ല, പെരുവനത്ത് ചെയ്തത് കൂടാതെ അള്ളാറഖയുടെ 100ാം വർഷത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം അമേരിക്ക മുഴുവൻ ഈ സംഗതി അവതരിപ്പിച്ചു. അത് ചെണ്ടയ്ക്ക് മുഴുവനുള്ള ഒരു അംഗീകാരമായിട്ട് കണക്കാക്കും നിരവധി വേദിയിൽ. പ്രിയ കലാകാരന് വിട നൽകും മുമ്പ് അവസാനമായി ഒരു നോക്ക് കാണാൻ കഴിയുമോ എന്ന് കാത്തിരിക്കുകയാണ് മുംബൈയിലെ സംഗീത ആസ്വാദകർ. മുംബൈയിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24.